നമുക്ക് തേങ്ങ അരച്ച പാരമീൻ തലക്കറി ഉണ്ടാക്കാം. അതിനായി ഒരു 4 പാരമീൻ നല്ല കഴുകി വൃത്തിയാക്കി സ്ലൈസായി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലയോടെ കൂടിയാണ്. തലയും മാംസവും എല്ലാം 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി സ്ലൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: തേങ്ങ, 4 കുഞ്ഞുള്ളി, ഇത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ കുറച്ച് കൊച്ചുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 5 പച്ചമുളക് നടുക്ക് കീറിയത്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു 4 കുടംപുളി നല്ല ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇത് നമുക്ക് ലാസ്റ്റ് താളിപ്പിന് ചേർക്കാനായി കുറച്ച് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. താളിപ്പിനായി ലാസ്റ്റ് നമുക്ക് കടുകും ഉലുവയുടെ പൊടിയും കുറച്ച് ചേർക്കണം. ഞാനൊരു കടായിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഒരു കടായി എടുത്ത് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. അരച്ച ഈ മീൻകറി പല രീതിയിലും ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വേറെ രീതിയിലും ഉണ്ടാക്കാം. അത് നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, 5 പച്ചമുളക് നമുക്ക് വഴറ്റി കൊടുക്കാം. ചെറുതായൊന്ന് വാരി വെക്കാം. ചെറുതായൊന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് വഴറ്റാം. വെളുത്തുള്ളിയൊക്കെ ചെറുതായി വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം വഴറ്റാം. ഇതെല്ലാം വഴങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് തേങ്ങ തിരുവിയത്, നാല് ചുമന്നുള്ളി, ഒരു ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി ഇഞ്ചിയെല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർക്കാം. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിക്കാം. ഒന്ന് ഇളക്കിയ ശേഷം 2 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ഉപ്പ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഇപ്പോൾ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ തിളക്കട്ടെ. അടച്ചു വയ്ക്കാം. വരുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒന്ന് മാറ്റാം. ഇളക്കി കൊടുത്ത ശേഷം
മീൻ കഷ്ണം ഓരോന്നായി കുറക്കിയിടാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ ചെറുതായി വന്ന് കുറുകിയിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കണം. വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കൂടെ വേകട്ടെ. അപ്പത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം നല്ലപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ്, എരിവ്, പുളി എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കൊന്ന് താളിച്ച് ചേർക്കാം. വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. അടയ്ക്കുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ശേഷം നമ്മൾ കുഞ്ഞുള്ളി ഉള്ളിയൊക്കെ ചെറുതായി നോക്കുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർക്കാം. പിന്നെ 1 2 കറിവേപ്പില. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. താളിപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് വീണ്ടും അടച്ച് വയ്ക്കാം. തുറക്കാം. കറിയെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഡിഷിലോട്ട് മാറ്റാം. തേങ്ങ അരച്ച പാരം മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.